ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാ മക്കളെ വിശേഷം? ഇന്ന് നമുക്കൊരു പഴം വെച്ചിട്ട് നമ്മൾ പഴം വാട്ടണം കേട്ടോ. ഇന്ന് പഴം കൊണ്ടുള്ള പരീക്ഷണങ്ങളാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. എന്താട്ടോ പഴം വാട്ടാന്ന്. ഇത് രാവിലത്തെ നാസ്തത. പിന്നെ കുറച്ചേറെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു പഴം കൊണ്ട് ഇപ്പോൾ ഒന്നും ആവില്ലല്ലോ. അവ സ്ലൈസായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അത് കുറയ്ക്കുക. വാട്ടാനാണേ. അപ്പോൾ നിങ്ങളെ ചായക്കടിയൊക്കെ ആയക്കളെ പഴംപൊരിക്ക് ഇതാക്കും പോലെ കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടിയെടുത്തുണ്ടാവില്ല. കുറച്ച് പഞ്ചസാരയും അതിൻ്റെ മുകളിലിട്ടിട്ട് എല്ലാ ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ പൊന്നു മക്കളെ. അവളെ കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടാക്കി സ്കൂൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റും. പഴം തിന്നാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കൊടുത്താൽ കുട്ടികൾ തന്നെ തിന്നോളും. ഈ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടോ കണികൾ? അപ്പോൾ ഇനി അടുത്ത പരിപാടി ചട്ടി ചൂടാക്കുക, നെയ്യ് ഒഴിക്കുക. അത് നമുക്ക് അപ്പോൾ സ്റ്റൗ കത്തിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ചട്ടി വയ്ക്കുക. ഇനിയാണ് കലാപരിപാടി. ചട്ടി നല്ല ചൂടായി വരട്ടെ. അപ്പം നമ്മൾക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നമ്മളെ മിൽമ നെയ്യാട്ടോ. എന്താ മിൽമ നെയ്യ്. ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെയ്യൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഒന്ന് എടുത്തിട്ട് വാട്ടി കൊടുക്കുക. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴതാ ഇത് ഓരോന്നായിട്ട് ഈ നെയ്യ് സ്പ്രെഡ് ചെയ്തോട്ട് വെച്ച് കൊടുക്കുക. രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് മൊരിയിപ്പിച്ചെടുക്കുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ സ്നാക്കായിട്ട് കൊണ്ടുപോകാനൊക്കെ നല്ല പറ്റിയ സാധനമാണ്. നെയ്യാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പഴം. പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലോണം വേവട്ടെ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കട്ടെ കേട്ടോ. നല്ല ഇങ്ങോട്ട് ഫ്രൈ ആയി വരട്ടെ. കാലിച്ചായൊക്കെ കുടിച്ച് ഇവിടെ നിൽക്കുകയാണ് മക്കളെ. നല്ല കട്ടി കുറച്ചാൽ പിന്നെ അത് മറിച്ചിടുമ്പോൾ ആവശ്യത്തിൽ ഞാൻ കുറച്ച് കട്ടി തന്നെയാണ് കേട്ടോ. സ്വന്തം കട്ടിയില്ല, ചെറിയൊരു കട്ടി തന്നെയാണ് ആ മുറിച്ചിട്ടുള്ളത്. നമുക്കുള്ള ചായക്കുള്ള വെള്ളം കൂടെ തയ്യാറാക്കാം. നല്ല ലേറ്റ് കട്ടല്ലേ.
ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നോക്കട്ടോ. അപ്പം നല്ലൊന്ന് ഇതായിട്ടുണ്ട്. രണ്ട് ഭാഗം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാൻ നമ്മളെ പഴം വാട്ടിയത് എല്ലാം ഇഷ്ടമാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായിരിക്കും കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്യിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ കഴിക്കാത്തപോലെ കുറവാണ്. ഈ ആൾക്കാർ പഴം വാട്ടലുണ്ടോ? പഴം വാട്ടുന്നോലൊന്ന് കമൻ്റ് ഇട്, ഇങ്ങനെ കഴിക്കണോല്. വല്യമ്മക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ കാട്ടി കൊടുത്താൽ വല്യമ്മ നല്ല കഴിക്കും. കുട്ടികളെ മാതിരിയല്ല ഇപ്പോൾ വലിയ പ്രായമായ ആൾക്കാർ. ഇപ്പം എല്ലാം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ? ഇനി ഒരെണ്ണം കൂടെ മറിച്ചിടാണ്ട്. ഇനി അപ്പുറം നല്ലോണം മുരിഞ്ഞോട്ടെ. ഒരിച്ചിരി കൂടെ, ഒരു അല്പം കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇച്ചിരി അറിഞ്ഞാണ് ചിലവർ നെയ്യ് കുറച്ചും കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ കിട്ടും നേരെ മുരിഞ്ഞ് വന്നോട്ടെ. എന്നെങ്കിലുള്ളൂ അത് നെയ്യിലിങ്ങനെ കടന്നിട്ട് ഇങ്ങനെ പഴം ഇങ്ങനെ വേവണം. നല്ല ടേസ്റ്റായിരിക്കും നെയ്യാവുമ്പോഴേ. എളുപ്പം വേവുള്ളൂ. എളുപ്പം നല്ല മുരിച്ചിൽ വന്നിട്ട്. അപ്പം നിങ്ങൾ കണ്ടില്ല മക്കളെ പഴം വാട്ടിയത് എന്ത് രസമല്ല കാണാൻ. ഇപ്പുറം കൂടെ മറിച്ചിട്ടിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര അതിലിട്ട് കൊടുക്കണം. നല്ല മുഞ്ചുള്ള പഴം അല്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അപ്പുറവും മറിച്ച്, അപ്പുറം ആയിട്ടില്ല, ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടെ ആവട്ടെ. നമ്മൾ ചായക്കുള്ള വെള്ളം കൂടെ എടുക്കുക. പിന്നെ ആ ഗ്യാസ് ഓഫാക്കുന്നതിൻ്റെ മുന്നേ നമുക്കിത് അടുത്ത് വെച്ചൂടെ. അതിന് വേണ്ടിയിട്ടാണ് കട്ടൻ ചായ ഉണ്ടാക്കുന്നത്. പാൽ ചായ കൂടി കഴിഞ്ഞിരിക്കണം. അത് രാവിലെ പാൽ ചായ കുടിക്കുക. പിന്നെ നമ്മൾ ഒരു ലൈറ്റ് കട്ടൻ ചായ തന്നെയാണ്. കുറേ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടുണ്ട്, ചെറുതായിട്ടില്ല. നല്ല ഗോൾഡൻ ഷെയ്ഡായിട്ടില്ല. ചിലത് നല്ലോണം മുരിയണം. നല്ല മുരിഞ്ഞിട്ട് അപ്പുറം നല്ല മുരിയണം. ചെറുതായിക്കണം, ചെറുതായിട്ടില്ല കേട്ടോ. അപ്പോൾ ആയത് ഇങ്ങോട്ട് കൂട്ടി കൊടുക്കാം നമുക്ക്. ആയിട്ടില്ല, തയ്ക്കണം. ഒഴിച്ചെടുക്കാം. ചൂട് 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 മക്കളെ. ഇത് ഈ പാറ നല്ലതായിരുന്നു. ഫ്ലെയിം ഒന്നും കൂടെ പൊട്ടെടുക്കാം.
ഇതായിക്കോട്ടോ. ഇത് രണ്ടും ആവാത്തത് നല്ലോണം മുരിയണം, ഗോൾഡൻ ബ്രൗൺ ആവണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് കുറേ ആവുള്ളൂ, ഇതും ആവാണ്ട്. രണ്ടാളും കൂടെ വന്നിട്ട് അല്പം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ വഴപ്പാട്ടിയത് കണ്ടില്ല മക്കളെ, ഉസാറല്ലേ. ഇനി അതിൻ്റെ മുകളിൽ കൂടെ ലേശം പഞ്ചസാര ഇട്ട് കൊടുത്താൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ പഴം വാട്ടിയത് എല്ലാവരും കണ്ടല്ലോ മക്കളെ. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുത്താൽ നമ്മളെ പഴം തയ്യാറായിരിക്കുകയാണ്. ഇനി നമ്മളെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഓരോ പഴം എടുത്തിട്ട് ഇതാ. ഇന്നത്തെ വീഡിയോ ചായക്കടി, രാവിലത്തെ ചായക്കടി, പഴം വാട്ടിയതും നല്ല കട്ടൻ ചായയും തന്നെയാണ്. അപ്പോൾ എത്ര ഉള്ളു വീഡിയോ ആണ്. ഈ അടുപ്പത്ത് നിന്ന് വാങ്ങിയിട്ട് ചായക്കുള്ള വെള്ളം വെച്ചു. അങ്ങനെ കണ്ടില്ലേ, പഴം വാട്ടി അടിപൊളിയല്ലേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു.